വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കെഎസ്ആർടിസിയിൽ ശമ്പള വിതരണം തുടങ്ങി. ഒറ്റത്തവണയായിട്ടാണ് ശമ്പളം നൽകുന്നത്. 30 കോടി സർക്കാരും 44.52 കോടി കെഎസ്ആർടിസിയുടെ വരുമാനവും ചേർത്താണ് ശമ്പളം നൽകുന്നത്. വിവരങ്ങളുമായി മാനസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മാനസ, കുറച്ചു കാലങ്ങൾക്ക് ശേഷം കെഎസ്ആർടിസിയിൽ ഒറ്റത്തവണയായി ശമ്പളം നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഓണത്തിന് മുൻപായി കൃത്യമായിട്ട് തന്നെ ജീവനക്കാരിലേക്ക് ശമ്പളം എത്തുന്നു എന്നത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റത്തവണയായി ശമ്പളം ലഭിക്കുന്നത് ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ്. ഇന്ന് ഉച്ചയോടുകൂടി എല്ലാ ജീവനക്കാർക്കും ശമ്പളം ലഭിക്കുമെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. 30 കോടി രൂപ ഇതിനായി സർക്കാരും 44.52 കോടി KSRTCയുടെ വരുമാനവും ചേർത്താണ് ജീവനക്കാർക്കായുള്ള ശമ്പളം നൽകുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ അറിയിച്ചിരുന്നു, മാസത്തിന്റെ ആദ്യ ആഴ്ചയിൽ ഇത്തരത്തിൽ ജീവനക്കാർക്കുള്ള ശമ്പളം വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത്. അതൊക്കെയും തന്നെ നടപ്പായി വരികയാണ്. നേരത്തെ ഗതാഗത മന്ത്രി പറഞ്ഞിരുന്നു ഈ മാസം 11 മുൻപായി ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന്. ചില മാധ്യമങ്ങളൊക്കെ ഇന്ന് രാവിലെ മുതൽ വലിയ വാർത്തകൾ നൽകുന്നുണ്ടായിരുന്നു, മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായി, സർക്കാരിന്റെ വാക്ക് പാഴ്വാക്കായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മാധ്യമ വാർത്തകളല്ല വസ്തുത എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. തീർച്ചയായും ഇത്തരത്തിൽ സർക്കാരിനെതിരെയുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ കുപ്രചരണങ്ങൾ ഇന്നും നമ്മൾ കണ്ടതാണ്. ഈ ഒരു ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ എതിർ വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോഴും സർക്കാരിന്റെ ഭാഗം കൃത്യമായി വ്യക്തമാക്കിയതായിരുന്നു, 11 മുൻപ് എന്തായാലും ശമ്പളം കിട്ടുന്ന വിധത്തിൽ സർക്കാർ ഈ നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നുള്ളത്. ഏതായാലും ഇപ്പോൾ സെപ്റ്റംബർ മാസത്തെ ശമ്പളം ഒറ്റത്തവണയായി നൽകിക്കഴിഞ്ഞു. ഇനി ഒക്ടോബർ മുതൽ എല്ലാ മാസവും ആദ്യ ആഴ്ച തന്നെ ശമ്പളം ഒറ്റ ഗഡുവായി വിതരണം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനായി ഓവർ ഡ്രാഫ്റ്റായി 100 കോടി രൂപ ബാങ്കിൽ നിന്നെടുക്കുകയും ഒപ്പം തന്നെ 80 കോടിയോളം രൂപയാണ് ശമ്പളം നൽകാനായി വേണ്ടത്. 42,000-നടുത്ത് പെൻഷൻകാരുമുണ്ട്. നിലവിൽ ഇനി ലഭിക്കാനുള്ളത് ജീവനക്കാർക്ക് ഓണത്തിന്റെ ആനുകൂല്യങ്ങളാണ്. അതും ഈ വരും ദിവസങ്ങളിൽ നടപ്പാക്കാനുള്ള സാധ്യത തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ശരി മാനസയാണ് വിവരങ്ങൾ നൽകിയത്. KSRTCയിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകി തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് എല്ലാവർക്കും ഒറ്റത്തവണയായി മുഴുവൻ ശമ്പളവും ലഭിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഗതാഗത മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഈ മാസം 11 മുൻപ്, സെപ്റ്റംബർ 11 മുൻപ് എല്ലാവർക്കും ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ 11 മാറി 12-ാം തീയതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ശമ്പളം നൽകുമ്പോൾ. ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ വലിയ ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ നൽകുന്നുണ്ടായിരുന്നു. KSRTCയിൽ ശമ്പള വിതരണം ഒറ്റത്തവണയായി ഉണ്ടാകില്ല, സർക്കാരിന്റെ വാക്ക് പാഴ്വാക്കായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതല്ല വസ്തുത, സത്യം ഇതാണ് എന്നിപ്പോൾ വ്യക്തമാവുകയാണ്. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഏതായാലും KSRTCയിൽ ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പളം നൽകി തുടങ്ങിയിരിക്കുന്നു. ഉച്ചയോടെ മുൻപ് എല്ലാവർക്കും ശമ്പളം ലഭിക്കും. മാനസയാണ് വിവരങ്ങൾ നൽകിയത്.